ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് അഡ്വാൻസ്ഡ് മോഡിൽ എങ്ങനെ പോസ് കോൺഫിഗർ ചെയ്യാം, അതേപോലെ ടാബ് എങ്ങനെ കോൺഫിഗർ ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ പോസ് ഓൾറെഡി കോൺഫിഗർ ചെയ്തതാണ്. ഞാനതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. പോസ് കോൺഫിഗറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂട്ടിലിറ്റീസിൽ പോസ് ടെർമിനൽസ്. ഓക്കെ, ഇവിടെ നമ്മൾ സെർവറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതേപോലെ യൂസറിനകത്ത് യൂസർ ഡീറ്റെയിൽസ് കൊടുക്കുക, പാസ്വേഡ് 313root786, അതേപോലെ ഡാറ്റാബേസിൻ്റെ നെയിം കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണക്ഷൻ ഓക്കെ ആവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി കോൺഫിഗറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ ഒരു പി സി ആണ്. ഇത് ഞാൻ സെർവറായിട്ടാണ് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. സിംഗിൾ പി സി ആണെങ്കിൽ നമ്മൾ സെർവറായിട്ടാണ് കോൺഫിഗർ ചെയ്യുക. അത് സെർവറാണുള്ളത്. ഓക്കെ, ദെൻ നമ്മളിതിലെ അക്കൗണ്ടുകളെല്ലാം ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ എല്ലാ അക്കൗണ്ടുകളും ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടുകളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം. ബാങ്ക് സാമ്പിൾ എന്നുള്ളൊരു ബാങ്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് സേവ് കൊടുക്കാം. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പോസ് ഓപ്പൺ ചെയ്യാം. പോസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോവുക. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് പോവുക കോൺഫിഗറേഷൻ്റെ പേജ്, മീൻസ് സെറ്റിങ്സിൻ്റെ പേജിലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കോൺഫിഗർ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഡാഷ്ബോർഡിലേക്ക് എത്തിയത്. ഇതാണ് നമ്മുടെ സെറ്റിങ്സിൻ്റെ പേജ്. ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള പോലെ തന്നെ സെർവറിൻ്റെ ഡീറ്റെയിൽസ്, യൂസർ, പാസ്വേഡ്, ഡാറ്റാബേസിൻ്റെ പേര്, ഇതെല്ലാം ഒന്ന് കൊടുക്കുക. അപ്പോൾ എൻ്റെ സെർവർ ഡീറ്റെയിൽസ് വരുന്നത് ഇങ്ങനെയാണ്. യൂസർ SA, അതേപോലെ പാസ്വേഡ് വരിക 313root786, അതേപോലെ നേരത്തെ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള ഡാറ്റാബേസിൻ്റെ പേര്. ഓക്കെ, മെഷീൻ നെയിം ഈ ഒരു മെഷീൻ്റെ പേരാണ് വരിക. ഓക്കെ, ദെൻ നമുക്കിവിടെ ബിസിനസ് ടൈപ്പ് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫസ്റ്റ് സെറ്റിങ്സ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ചെയ്തതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് കൊടുത്തതിന് ശേഷം കിട്ടിയതിന് ശേഷം ഈ റെസ്റ്റോറൻറ്റ് അഡ്വാൻസ്ഡിലേക്ക് മാറ്റി. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമൽ ട്രേഡിങ്ങിലാണ് ഉണ്ടാവുക. റെസ്റ്റോറൻറ്റ് അഡ്വാൻസ്ഡിലേക്ക് ചെയ്തു. ദെൻ ആദ്യം ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട സെറ്റിങ്സുകളെല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ KOTക്ക് വേണ്ട സെറ്റിങ്സുകളെല്ലാം നമ്മൾ ഓൾറെഡി ഇത് റെസ്റ്റോറൻറ്റ് അഡ്വാൻസ്ഡിൽ വരുമ്പോൾ എനേബിൾ ആവുന്നതാണ്. നമുക്ക് യൂസ് ടോക്കൺ നമ്പർ യെസ് ആണ്, കോമൺ ടോക്കൺ നമ്പർ ഉണ്ട്. റീസെറ്റ് ടോക്കൺ നമ്പർ ഞാനിവിടെ മിഡ്നൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ ഇൻവോയ്സിൽ വന്നിട്ട് നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ ഇത് ഷോ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റിൻ്റെ പേര് മാത്രം വേണമെന്നുള്ള ആ ഒരു സെക്ഷൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് നെയിം മാത്രം മതി. ആ രീതിയിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സെറ്റിങ്സ് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാണ്. ഓക്കെ, KOT ബില്ലിംഗ് എസ് ആയി കൊടുത്തു. ഷോ KOT ടൈപ്സ് ബിഫോർ ഓർഡറിങ്, അത് ഞാൻ നോ ആക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എസ് ആയി കൊടുക്കാമെന്നുണ്ടെങ്കിൽ എസ് ആക്കി കൊടുക്കാം. ദെൻ KOTയുടെ പ്രിൻറ്റ് ഫയൽസ് ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബേസിക് വ്യൂ ഫോർ ടേബിൾ സെലക്ഷൻ എസ് ആക്കി കൊടുക്കുകയാണ്. ദെൻ സേവ് ചെയ്തു. നമുക്ക് ഇൻവോയ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് 2-3 പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. ദെൻ
ഞാൻ KOT-യിലേക്ക് ബില്ല് വിടുകയാണ്. ഓക്കെ, ഇവിടെ KOT ടൈപ്സ് ഏതാണെന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡൈനിങ് സെലക്ട് ചെയ്യുന്നത്. ഡൈനിങ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലോർ അതേപോലെ ടേബിൾ, അപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടേബിൾസ് ആണ്. നിങ്ങൾക്ക് ഇതേപോലെ ടേബിൾസ് ഇനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത് ERPയുടെ വിൻഡോ ആണ്. ഇനി നമുക്കതൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ERP ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇൻവെൻട്രിക്കകത്ത് മാസ്റ്റേഴ്സിൽ KOT-യിൽ ആദ്യം ഫ്ലോർ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഫ്ലോർ 4 എന്നുള്ളൊരു ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാണ്. റൈറ്റ് ടൈപ്പ് ചെയ്യാൻ ഡിഫോൾട്ട് കൊടുത്തു, ഞാൻ സേവ് ചെയ്തു. ഞാൻ ടേബിൾ ഇതേപോലെ തന്നെ പോയിട്ട് ടേബിളും ക്രിയേറ്റ് ചെയ്യാണ്. ടേബിൾ 1 ക്രിയേറ്റ് ചെയ്തു. അത് ഞാൻ ഫ്ലോർ 4-ലാണ് ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ചെയർസിൻ്റെ എണ്ണം 4 ആണ് കൊടുക്കുന്നത്. ഈ ആക്ടിവിറ്റി ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. എന്നൊക്കെ ഇതുപോലെ KOT ടൈപ്സ് ഇനിയും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. ഇൻവെൻട്രിക്കകത്ത് മാസ്റ്റേഴ്സിൽ KOT-യിൽ KOT ടൈപ്സ്. അപ്പം ഇത് ഫ്ലോർ ഡിസൈൻ ആണ്, സോറി. ഇൻവെൻട്രിക്കകത്ത് മാസ്റ്റേഴ്സിൽ KOT-യിൽ KOT ടൈപ്സ്. ഓക്കെ, ഓൾറെഡി ഇതിന് KOT ടൈപ്സ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു വിൻഡോ വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ചേഞ്ചസ് ചെയ്തുകൊണ്ട് പോസ് ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എൻ്റെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. KOT സെലക്ട് ചെയ്തു. ഡൈനിങ്ങിൽ നമ്മളിപ്പം ഫ്ലോർ 4-ൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ 1. ഓക്കെ, ഞാൻ ഈ ബില്ല് ഹോൾഡ് ചെയ്യും. ഇപ്പോൾ പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം യെസ് ആക്കി കൊടുത്തിട്ട് ഹോൾഡ് ആൻഡ് പ്രിൻ്റ് കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ എനിക്കിനി മേക്ക് ബില്ലിൻ്റെ സെറ്റിങ്സ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മേക്ക് ബില്ല് മീൻസ് നിങ്ങൾക്ക് ഇപ്പം കസ്റ്റമർ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തു, എന്നിട്ട് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തതിനു ശേഷം നമ്മൾ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കുമല്ലോ. ആ ബില്ല് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബില്ല് കൊടുക്കുന്ന ആ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ ഡിസ്പ്ലേ കോൺഫിഗിൽ വന്നതിന് ശേഷം ഷോ ബിൽ മോഡ് ഓൺലി. ഓക്കെ, ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. യെസ്, എനിക്കിനിപ്പം അവരുടെ ബില്ല് മാത്രം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ബില്ലൊന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്കവിടെ സേവ് ആൻഡ് പ്രിന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കോൺഫിഗറേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി ടാബ് എങ്ങനെ കോൺഫിഗർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ടാബ് കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതൊന്ന് മൾട്ടി ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ PC മൾട്ടി സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ യൂസ്ഫുൾ ലിങ്ക്സ് എന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണം. യൂസ്ഫുൾ ലിങ്ക്സ് എന്ന് മൾട്ടി സെറ്റപ്പിൻ്റെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഓക്കെ, മൾട്ടി സെറ്റപ്പിൻ്റെ ഫയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. അതേപോലെ നമുക്ക് SQL ബ്രൗസർ, നമുക്ക് SQLൻ്റെ ബ്രൗസർ ഒന്ന് എനേബിൾ ചെയ്യണം. SQL കോൺഫിഗറേഷൻ മാനേജറിൽ പോയിട്ടുണ്ടെങ്കിൽ
ഇവിടെ പ്ലെയിൻ എസ്ക്യൂഎല്ലിൻ്റെ എസ്ക്യൂഎൽ ബ്രൗസർ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തു. അതേപോലെ TCP/IP ഇതെല്ലാം ഒന്ന് കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് എല്ലാം ഡിസേബിൾ ആണെങ്കിൽ എല്ലാം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, SQL ബ്രൗസർ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോട്ടോകോൾസ് എല്ലാം എനേബിൾഡ് ആക്കണം. എല്ലാം എനേബിൾ ആണ്. ക്ലയന്റ് പ്രോട്ടോകോൾ ഇതൊന്നെല്ലാം എനേബിൾ ആണ്. എനേബിൾ അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മൾട്ടി സെറ്റപ്പ് ഫയൽ ഇത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്ററിൽ റൺ ചെയ്യാം. ഓക്കെ, യൂസ്ഫുൾ ലിങ്ക്സിൽ നിന്ന് നമ്മൾ ഈ ഒരു ടാബിൻ്റെ ഡൗൺലോഡിങ്ങിൽ നിന്ന് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. മോർ ഓപ്ഷനിൽ പോയതിനു ശേഷം ഇൻസ്റ്റാൾ എനിവേ കൊടുക്കുക. ഓക്കെ, സോഫ്റ്റ്വെയർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പെർമിഷൻസ് എല്ലാ പെർമിഷനും സെറ്റ് ചെയ്യണം. അതിന് ആപ്പ് ഇൻഫോയിൽ പോയതിനു ശേഷം ആപ്പ് പെർമിഷൻസ് എല്ലാം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഫുൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നെയിം വരുന്നത് അഡ്മിൻ, അതേപോലെ പാസ്വേഡ് അഡ്മിൻ തന്നെ. ലോഗിൻ കൊടുക്കുക. ആദ്യം നമ്മളോട് ഗ്ലോബൽ സെറ്റിങ്സ് സെറ്റ് ചെയ്യാനാണ് പറയാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമ്മുടെ ഡിവൈസിൻ്റെ പേര്, പ്രീഫിക്സ്, ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ പ്രീഫിക്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രീഫിക്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞങ്ങളുടെ POS1 കൊടുത്താണ്. ഈ അക്കൗണ്ടുകളെല്ലാം നമുക്ക് സെർവറിലുള്ള പോലെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് ആദ്യം ഇതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആയി പോകുന്നതാണ്. ദെൻ
ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. കണ്ടിന്യൂ ട്രയൽ കൊടുക്കുക. ഇവിടെ മോർ ഓപ്ഷനിൽ ലോക്കൽ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ മോഡ്, ഓൺലൈൻ മോഡ് ടിക്ക് ചെയ്യുക. നമ്മളെ സെർവറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇത് സെർവറായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ DB സെർവർ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ IP നമ്പർ /premise കൊടുക്കണം. 92.1.7. ഓൺലൈൻ DB എന്ന് കൊടുത്ത് ക്ലെയിം ഡാറ്റ കൊടുക്കുക. ദെൻ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെർവറായിട്ട് കണക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൗണ്ട് വരുന്നതാണ്. ഇത് ഓക്കെ കൊടുക്കുക, സേവ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ദെൻ ഡൗൺലോഡ് ഡാറ്റ ഫ്രം സെർവർ കൊടുക്കുക. ഇതിലെല്ലാ സെറ്റിങ്സും ടിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ സെർവർ പി സിയിൽ ഏതാണോ പാസ്വേഡ് കൊടുത്തിട്ടുള്ളത് അതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഗ്ലോബൽ സെറ്റിങ്സ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കണം. ലോഗിൻ യൂസർ അഡ്മിൻ കൊടുത്തു. പോസ്റ്റൽ അക്കൗണ്ട്, ഞാനിവിടെ പോസ്റ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ ഗ്രൂപ്പ്, കസ്റ്റമേഴ്സ് എന്നുള്ള ഗ്രൂപ്പിനകത്ത് തന്നെ ഉള്ള അക്കൗണ്ടുകളെല്ലാം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ചൂസ് ചെയ്ത് കൊടുക്കും. ക്യാഷ് അക്കൗണ്ട് ചൂസ് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട്. ഇത്രയും ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. ഓക്കെ, ഇവിടെ പ്രീഫിക്സ് ചേഞ്ച് ചെയ്യണം. ക്ലോസ് കൊടുത്തിട്ട് നെക്സ്റ്റ് സേവ്. ഓക്കെ, ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടിന്യൂ ട്രയൽ കൊടുക്കുക. ദെൻ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ടോക്കൺ സെറ്റിങ്സിൽ പോയിട്ട് ടച്ച് മോഡ് സെയിൽസ്, അതിൽ വെയിറ്റർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത്, അതേപോലെ എനേബിൾ സിംഗിൾ KOT ആണ് ഞാൻ ജസ്റ്റ് എനേബിൾ ചെയ്യുന്നത്. വെയിറ്റർ സെലക്ഷൻ ആണെങ്കിൽ അത്. ദെൻ യൂസ് ടോക്കൺ നമ്പർ, കോമൺ ടോക്കൺ നമ്പർ ആയി കൊടുത്തു. ഓക്കെ, സേവ് ചെയ്തു. നിങ്ങൾ ഈ ഒരു ടാബിൽ നിന്ന് പ്രിന്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെൻഡ് പ്രിന്റ് റിക്വസ്റ്റ് എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമുക്ക് പോസിൻ്റെ കോൺഫിഗറേഷനിൽ പോർട്ടബിൾ ഡിവൈസ് എന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ ഈ ഏതൊക്കെ രീതിയിൽ പ്രിന്റ് എടുക്കും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. KOT ഉണ്ടെങ്കിൽ അത്, ഇൻവോയ്സ് അതും ടാബിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആ ഒരു സെക്ഷനിൽ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ സെൻഡ് പ്രിന്റ് റിക്വസ്റ്റ് ഇപ്പം ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ സേവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എക്സിറ്റ് അടിച്ചു. ചെയ്തിട്ടുള്ള കോൺഫിഗറേഷൻസ് എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തു.
ടാബിലെ കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഐറ്റം റെഡിയാണ്. പോസ്റ്റർ വന്നിട്ട് നമ്മൾ സെർച്ച് ബില്ല് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിവൈസ് യെസ് ഈ ഒരു ഇൻവോയ്സ് വന്നിട്ടുണ്ട് 40 എന്നുള്ള. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻസ് എല്ലാം കറക്റ്റാണ്.